ഈവനിങ് വ്ലോഗാണ്. അപ്പോൾ ഈവനിങ് വ്ലോഗായിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എവിടെയെന്ന് അറിയും. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്. ഞാൻ ഇത്രയും എന്നുവെച്ചാൽ ഒരാഴ്ച ഞാൻ എൻ്റെ ഗ്രാൻഡ്മയുടെ വീട്ടിലായിരുന്നു. ബിക്കോസ് ഇവിടെ ഭയങ്കര പൊടിയായിരുന്നു. പൊടിയെന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടിലാണ്. പക്ഷെ നമുക്ക് ഒരിത്തിരി ഡിസ്റ്റൻസ് അവിടെ നല്ല പണി നടക്കുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോകാൻ വിചാരിച്ചു. പിന്നെ അങ്ങോട്ട് പോയി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഒരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഈവനിങ് വ്ലോഗിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ ഈവനിങ് സ്നാക്സ് ഫ്രഞ്ച് ഫ്രൈസ്. എനിക്കൊരു ഫ്രഞ്ച് ഫ്രൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഈവനിങ് സ്നാക്സ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഇതാരാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും. ഇതെൻ്റെ അനിയനാട്ടോ. ഇൻട്രൊഡ്യൂസിങ് ഞാൻ ചെയ്തിട്ടില്ല. ഇല്ലാട്ടോ എനിക്ക് പറയാം. നിങ്ങൾ ഒരിക്കലും മൈൻഡ് ചെയ്ത് ഇവനെല്ലാം ഇങ്ങനെ തുറന്ന് പറയും. സ്മാർട്ട് ബോയാണ്. അപ്പോൾ എനിക്കൊരു അനിയത്തിയും കൂടി ഉണ്ട്. ഇവൻ എൻ്റെ സ്വന്തം അനിയനാണ്. ഇനി എനിക്കൊരു അനിയത്തിയും കൂടി ഇങ്ങോട്ട് വരും. അനിയത്തി ഇത് ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് തിന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് അലായ, എൻ്റെ സ്വന്തം അനിയൻ ഉമർ മാലിക്. ഇത് അലായ. ഞങ്ങൾ അവരെ വിളിക്കുന്നത് അബ്ദു. ഇവിടെ അലായ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ഇത് ആരാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇതെൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ മോളാണ്. അപ്പോൾ എൻ്റെ ഉമ്മയുടെ അനിയത്തി പറഞ്ഞിട്ടാണ് ഞാൻ ഈ വ്ലോഗാണ് ഞാൻ തുടങ്ങിയത്. എനിക്കധികം താല്പര്യമൊന്നുമില്ല. അപ്പോൾ തുടങ്ങി. അപ്പോൾ ഇവൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. നിങ്ങൾ ഒരിക്കലും മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഇനി എല്ലാ വ്ലോഗ്സിലും ഇവനുണ്ടാവുന്നതായിരിക്കും. അവൾ ഇടയ്ക്കൊക്കെ വരവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വരുള്ളൂ. അപ്പോൾ ഇനിയും പുതിയ വ്ലോഗ്സ് വരുന്നതായിരിക്കും.